3 കറുത്ത വർഗക്കാരായ ആളുകൾ, അവർ അൾജീരിയക്കാരായിരുന്നു എന്ന് എന്റെ ചരിത്രത്തിൽ ഓർമ്മയുള്ളത്. അവര് വന്ന നല്ല മുത്തഖീങ്ങളായി വന്ന മനുഷ്യന്മാർ ഒരു ടെന്റ് കെട്ടി താമസിച്ചു മദീനയിൽ. എന്നിട്ട് ദീനത്തെ റൗള ഷരീഫിന്റെ അരികത്ത് നിന്ന് തുളക്കുകയാണ്. എങ്ങോട്ട്? റൗള ഷരീഫിലേക്ക് ഗുഹ ഉണ്ടാക്കുക. എന്തിന്? അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധമായ ശരീരം അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ, അത് എടുത്തു കൊണ്ടുപോകാൻ. ഹിജ്റ വർഷം 557, ഏകദേശം ക്രിസ്തുവർഷം 1162 സിറിയയുടെ ഭരണാധികാരി സുൽത്താൻ നൂറുദ്ദീൻ സെങ്കിയായിരുന്നു. നീതിനിഷ്ഠയ്ക്കും സദ്വൃത്തമായ ജീവിതത്തിനും പേരുകേട്ട അദ്ദേഹം ആഴത്തിലുള്ള ആത്മീയത കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. ഒരിക്കൽ സുൽത്താൻ നൂറുദ്ദീൻ മഹ്മൂദ് നിദ്രയിലായിരിക്കെ ഒരു സ്വപ്നം ദർശിച്ചു. പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. അത്യന്തം ഗൗരവമേറിയ മുഖഭാവത്തോടെ പ്രവാചകൻ അവിടുത്തെ അടുത്തുണ്ടായിരുന്ന 3 പേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുൽത്താനോട് ഇപ്രകാരം അരുളി: മഹ്മൂദ്, എന്നെ ഇവരിൽ നിന്ന് രക്ഷിക്കൂ. ആ സ്വപ്നം കണ്ട് സുൽത്താൻ ഉണർന്നത് വല്ലാത്തൊരു അസ്വസ്ഥതയോടെയായിരുന്നു. എന്തായിരിക്കും ഈ സ്വപ്നത്തിൻ്റെ പൊരുൾ? വെറുമൊരു തോന്നലായിരിക്കുമോ ഇത്? മനസ്സിൽ ചോദ്യങ്ങൾ തിരതല്ലി. എന്നാൽ തൊട്ടടുത്ത രാത്രിയിലും അതേ ദൃശ്യം ആവർത്തിച്ചു. പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പ്രത്യക്ഷനായി. അവിടുത്തെ ചാരെ ആ 3 പുരുഷന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രവാചകൻ വീണ്ടും അതേ വാക്കുകൾ ആവർത്തിച്ചു: മഹ്മൂദ്, ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. തുടർച്ചയായ 3-ാം രാത്രിയിലും അതേ സ്വപ്നം ആവർത്തിച്ചതോടെ സുൽത്താൻ ഉടൻ തന്നെ തൻ്റെ വിശ്വസ്ത പണ്ഡിതനും ഉപദേഷ്ടാവുമായ ഷെയ്ഖ് ജമാലുദ്ദീൻ അൽ മൗസിലിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. സ്വപ്നത്തെക്കുറിച്ച് കേട്ട ഷെയ്ഖ് ഒട്ടും വൈകാതെ രഹസ്യമായി മദീനയിലേക്ക് തിരിക്കാൻ സുൽത്താനോട് നിർദ്ദേശിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടത്തിനരികിൽ വളരെ വലിയൊരു ഗൂഢാലോചനയോ വിപത്തോ നടക്കുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യമായി. ഒട്ടും സമയം പാഴാക്കാതെ സുൽത്താൻ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. സുരക്ഷയ്ക്കായി തൻ്റെ വിശ്വസ്തനായ ചരിത്രകാരൻ മജ്ദദ്ദീൻ ഉൾപ്പെടെ 20ഓളം ആളുകളെ മാത്രം കൂടെ കൂട്ടി അദ്ദേഹം രഹസ്യമായി പുറപ്പെട്ടു. ആവശ്യത്തിന് സ്വർണവും മറ്റ് അവശ്യ വസ്തുക്കളും അവർ കരുതിയിരുന്നു. അവർ പുണ്യനഗരമായ മദീന അൽ മുനവ്വറയിൽ എത്തിച്ചേർന്നു. മദീനയിലെത്തിയ സുൽത്താൻ ആദ്യം പോയത് മസ്ജിദുൻ നബവിയിലേക്കാണ്. അവിടെ ഹൃദയമുരുകി പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം ഒരു തന്ത്രം മെനഞ്ഞു. മദീനയിലുള്ള മുഴുവൻ ആളുകൾക്കുമായി ഒരു വലിയ വിരുന്നൊരുക്കാനും അവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യാനും അദ്ദേഹം ഉത്തരവിട്ടു. രാജാവ് ആസ്ഥാനത്തിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് മദീനത്തേക്ക് വന്നു. രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു: മദീനക്കാർ മുഴുവനും വരണം, എല്ലാവർക്കും എന്റെ വക സമ്മാനമുണ്ട്. എല്ലാവർക്കും ഹദിയ കൊണ്ടുവന്നു രാജാവ്. ഓരോരുത്തരും എന്റെ മുമ്പിൽ വന്ന് കൈകൊണ്ട് വാങ്ങിച്ചു പോണെന്ന് മുഖം നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ്. എല്ലാവരും സമ്മാനം വാങ്ങിച്ചു പോയി. ഈ 3 ആളും വന്നില്ല. പടച്ചോനെ, എനിക്ക് ഹബീബ് കാണിച്ചു തന്ന 3 ആൾ എത്തിയിട്ടില്ലല്ലോ. അപ്പോ ആളയച്ചു: ഇനി മദീനത്തെ ആരെങ്കിലും വരാനുണ്ടോ? കുറച്ച് രോഗികളുണ്ട്, കുറച്ച് പ്രയാസം, അവരൊക്കെ കൊണ്ടുവരുന്നത്. എല്ലാരും കൊണ്ടുവന്നു. അവരൊക്കെ ഹദിയ വാങ്ങി. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇനി ആരും ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ട്, ഇനിയും ഇവിടെ വരാൻ ആളുകൾ ബാക്കിയുണ്ട്. പോലീസുകാരോട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. 3 ആളെ കിട്ടി. രാജാവ് 3 ആളുകളുണ്ട്. അവരോട് വരാൻ പറഞ്ഞിട്ട് അവർ പറയുന്നു: ഞങ്ങൾക്ക് രാജാവിന്റെ ഹദിയൊന്നും ആവശ്യമില്ല, ഞങ്ങൾ ഇബാദത്ത് ചെയ്ത് കൂടാൻ വേണ്ടി വന്നവരാ, ഞങ്ങൾ വരുന്നില്ല എന്നാ പറഞ്ഞു. ആബിദീങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. 3 പേരെയും കൊണ്ടുവന്നു. മുഖത്തേക്ക് നോക്കുമ്പോൾ 3 പേരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത മുഖസാദൃശ്യമുണ്ടാവും. അവരെ കണ്ടയുടൻ സുൽത്താൻ ഞെട്ടിപ്പോയി. തൻ്റെ സ്വപ്നത്തിൽ കണ്ട അതേ ആളുകൾ. നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? സുൽത്താൻ ചോദിച്ചു. തങ്ങൾ സ്പെയിനിൽ നിന്നുള്ള തീർത്ഥാടകരാണെന്നും ആരാധനയ്ക്കായി എത്തിയതാണെന്നും അവർ അഭിനയിച്ചു. എന്നാൽ സുൽത്താന്റെ സംശയം മാറിയില്ല. അദ്ദേഹം ഉടൻ തന്നെ അവരുടെ വീട് പരിശോധിക്കാൻ ഉത്തരവിട്ടു. പുറമെ ഭക്തിയുടെ അടയാളങ്ങളായി പ്രാർത്ഥനാവിരികളും പുസ്തകങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ സൈനികർ അവിടുത്തെ പരവതാനി നീക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. തറയിലെ ഒരു തടിപ്പലകയ്ക്കു താഴെ പവിത്രമായ കബറിടത്തിലേക്ക് ലക്ഷ്യം വെച്ച് കുഴിച്ച ഒരു തുരങ്കം അവർ കണ്ടെത്തി. പിടിക്കപ്പെടുമെന്നുറപ്പായപ്പോൾ അവർ സത്യം തുറന്നു പറഞ്ഞു. പ്രവാചകന്റെ ഭൗതിക ശരീരം മോഷ്ടിച്ച് യൂറോപ്പിലേക്ക് കടത്താനായിരുന്നു അവരുടെ നീക്കം. മുസ്ലിങ്ങളുടെ മനോവീര്യം തകർക്കുക എന്നതായിരുന്നു ഈ ക്രൂരമായ ഗൂഢാലോചനയുടെ ലക്ഷ്യം. രാത്രിയുടെ നിശബ്ദതയിൽ നഗരം ഉറങ്ങുമ്പോൾ ആരുമറിയാതെ മണ്ണ് നീക്കി അവർ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയായിരുന്നു. തെളിവുകൾ നിരത്തിയപ്പോൾ അവർ കുറ്റം സമ്മതിച്ചു. തുടർന്ന് സുൽത്താൻ നൂറുദ്ദീൻ അവർക്ക് വധശിക്ഷ നടപ്പിലാക്കി.
ഈ വാർത്ത കേട്ട് മദീന നഗരം നടുങ്ങിപ്പോയി. ഇത്തരമൊരു നീക്കം ഇനിയൊരിക്കലും സംഭവിക്കരുത് എന്ന് സുൽത്താന് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം പവിത്രമായ കബറിടത്തിന് ചുറ്റും ആഴത്തിൽ വലിയൊരു കിടങ്ങ് കുഴിക്കാൻ ഉത്തരവിട്ടു. തുടർന്ന് ആ കിടങ്ങിലേക്ക് ഉരുകിയ ഈയമൊഴിച്ചു വെച്ചു. അത് തണുത്ത് കട്ടിയായപ്പോൾ കബറിടത്തിന് ചുറ്റും ഭേദിക്കാനാവാത്ത ഒരു ലോഹക്കവചം രൂപപ്പെട്ടു. കാലങ്ങൾക്കിപ്പുറവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്രമസ്ഥലത്തിന് കാവലായി ആ ഈയക്കവചം മണ്ണിനടിയിൽ മാറ്റമില്ലാതെ തുടരുന്നു.